ജനകീയ ചൈനയുടെ നായകനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയുമായ മാവോ സെ തൂങ്ങിന്റെ ചരമദിനമാണിന്ന്. അമേരിക്കയെ പിന്തള്ളി ചൈന സാർവദേശീയ രാഷ്ട്രീയത്തിൽ ആധിപത്യം നേടുന്നതാണ് മാവോ ചരമദിനത്തിൽ ലോകം കാണുന്നത്. റിപ്പോർട്ട് കാണാം. 100 പൂക്കൾ വിരിയട്ടെ, 100 ചിന്താധാരകൾ പരസ്പരം മത്സരിക്കട്ടെ. 13-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് കർഷകനായി, കാർഷിക വൃത്തി ഉപേക്ഷിച്ച് വിദ്യാർത്ഥിയായി, വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തി കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായി, ഗറില്ല യുദ്ധ പോരാളി, മാർക്സിസ്റ്റ് ചിന്തകൻ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ ചെയർമാൻ. സമരങ്ങളിലൂടെയും സായുധ പോരാട്ടങ്ങളിലൂടെയും ജപ്പാൻ എന്ന വൈദേശിക ശക്തിയെയും ചിയാങ് കൈഷക് എന്ന ആഭ്യന്തര ശത്രുവിനെയും മുട്ടുകുത്തിച്ചു. 1934-ൽ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ച് ചൈനയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തികാവസ്ഥ മാറ്റിമറിച്ചു. ഭൂപരിഷ്കരണത്തിലൂടെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ. 90കളിൽ ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തകർന്നു വീണപ്പോഴും ചൈനയെ അചഞ്ചലമായി പിടിച്ചു നിർത്തിയത് മാവോ ആശയങ്ങളുടെ ഉൾക്കരുത്തായിരുന്നു. മാവോയുടെ മരണത്തോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഛിന്ന ഭിന്നമാകുമെന്ന് പ്രവചിച്ചവർക്ക് പിഴച്ചു. ഷി ജിൻപിങ്ങിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ചൈന സമഗ്ര മേഖലകളിലും കുതിക്കുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ ശക്തമായ ആഗോള ബദൽ രൂപം കൊള്ളുകയാണ്. ഭിന്നതകൾ മറന്ന് ഇന്ത്യ പോലും ചൈനയുമായി കൈകോർക്കുന്നു. മാവോ ചൈനയ്ക്ക് മാത്രമല്ല, ലോകത്തെ പൊരുതുന്ന ജനങ്ങൾക്കെല്ലാം ഊർജവും ആവേശവുമാണ്. യുദ്ധക്കെടുതികളിൽ ലോകമമരുമ്പോൾ മാവോയുടെ ഈ വാക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നു. രാഷ്ട്രീയം രക്തച്ചൊരിച്ചിലില്ലാത്ത യുദ്ധമാണ്. അതേസമയം യുദ്ധം രക്തച്ചൊരിച്ചിലോട് കൂടിയ രാഷ്ട്രീയമാണ്. ന്യൂസ് ഡെസ്ക്.